ഒരിടത്ത് മനോഹരമായ ഒരു നദിയുണ്ടായിരുന്നു. അതിന്റെ തീരത്തായി അതിസുന്ദരമായ ഒരു ഞാവൽ മരവും നിന്നിരുന്നു. ദിവസവും ഒരു കുരങ്ങൻ ആ ഞാവൽ മരത്തിനടുത്തെത്തും. അതിന്റെ മുകളിൽ കയറി അതിന്റെ ചില്ലകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. വിശക്കുമ്പോൾ അത് ഞാവൽ പഴങ്ങൾ പറിച്ചു തിന്നും. ദാഹം ശമിപ്പിക്കാനായി നദിയിൽ നിന്ന് വെള്ളവും കുടിക്കും. ഒരു ദിവസം ഒരു അപൂർവ ജന്തു ആ നദിയിലൂടെ നീന്തി അവിടെ എത്തി. അതിന് നീണ്ട മുള്ളുകൾ നിറഞ്ഞതുപോലെയുള്ള ശരീരാകൃതിയായിരുന്നു. നീണ്ട വാലും കൂർത്തു നീണ്ട മുഖവും ഉണ്ടായിരുന്നു. കാണാൻ തന്നെ പേടി തോന്നുമായിരുന്നു. കുരങ്ങൻ ആദ്യം പേടി തോന്നിയെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് അത് സംസാരിക്കാൻ തുടങ്ങി. ഏയ്, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് മുതലേന്ന. ഇന്ന് എനിക്ക് ഭക്ഷണം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഇതുവഴി വന്നതാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ദയവായി കഴിക്കാൻ എന്തെങ്കിലും തരാമോ? നിന്നെ കാണാൻ ഭീകരനാണ്, പക്ഷെ വിശപ്പുണ്ടെന്ന് പറയുന്നു. ശരി, ഈ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കിക്കൊള്ളൂ. കുരങ്ങൻ ഞാവൽ പഴങ്ങൾ ഓരോന്നായി നദിയിലേക്ക് ഇട്ടുകൊടുത്തു. മുതല അത് ഓരോന്നായി തിന്നാൻ തുടങ്ങി. ഇതിന് നല്ല സ്വാദുണ്ടല്ലോ. എന്ത് പഴമാണിത്? ഇത് ഞാവൽ പഴമാണ്. ഞാനിവിടെ ദിവസവും വരാറുണ്ട്. ഈ മരത്തിൽ കുറെ നേരം കളിക്കും. ഞാവൽ പഴങ്ങൾ തിന്നും, വെള്ളം കുടിക്കും, എന്റെ വിശപ്പ് ശമിപ്പിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ദിവസവും ഇവിടെ വരാം. നമുക്ക് കൂട്ടുകാരാവാം. എന്ത് പറയുന്നു? അതും നല്ലതാണ്. എന്റെ കൂടെ കളിക്കാൻ ഇവിടെ ആരുമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാം. ഇതാ, ഈ ഞാവൽ പഴങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ധാരാളം ഞാവൽ പഴങ്ങൾ കൊടുത്തു. മുതല അവ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഓ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ്? നല്ല സ്വാദാണല്ലോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിച്ചത്. ഇതിന്റെ പേര് ഞാവൽ പഴം എന്നാണ്. കുരങ്ങനെ കണ്ടുമുട്ടിയ സംഭവം മുതല തന്റെ ഭാര്യയോട് വിവരിച്ചു. വിഷമിക്കണ്ട, ഇനി മുതൽ ഞാൻ ധാരാളം പഴങ്ങൾ കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാം. ദിവസവും ധാരാളം സ്വാദിഷ്ടമായ ഞാവൽ പഴങ്ങൾ കുരങ്ങൻ കൊടുത്തയക്കും. മുതല അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാണ് അതിനൊരു ആശയം ഉദിച്ചത്. ഈ ഞാവൽ പഴങ്ങൾക്ക് ഇത്ര സ്വാദാണെങ്കിൽ ദിവസവും ഇത് കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു സ്വാദായിരിക്കും? ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടില്ലല്ലോ? ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എങ്ങനെയെങ്കിലും ആ കുരങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരണം. എനിക്ക് അവന്റെ ഹൃദയം രുചിക്കണം. എന്തൊരു അപകടം പിടിച്ച ചിന്തയാണിത്. അവൻ എന്റെ ചങ്ങാതിയാ. അവനെ ഞാൻ എങ്ങനെ ത്യാഗം ചെയ്യും? ആൺമുതലയ്ക്ക് ആകെ സങ്കടമായി. കുരങ്ങനുമായി കൂട്ടുകൂടിയിട്ട് അധികം ദിവസമായില്ലെങ്കിലും അവനെ ചതിക്കാൻ മുതലയ്ക്ക് ഒട്ടും മനസ്സിലായിരുന്നു. എന്നിട്ടും വേറെ വഴിയില്ലാതെ അത് കുരങ്ങനെ സമീപിച്ചു. എന്താ ചങ്ങാതി, ഇന്നെന്താ വരാൻ ഇത്ര താമസം? എന്താ മുഖം വാടിയിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഒന്നുമില്ല ചങ്ങാതി. എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണമെന്നുണ്ട്. അവൾ നിനക്കായി ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മുതലയുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ആരംഭിച്ചു. വഴിക്ക് വെച്ച് മുതലയ്ക്ക് സത്യം മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ കുരങ്ങൻ തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ വഴിയാലോചിച്ചു. അയ്യോ, ഞാൻ മരത്തിലിരുന്നപ്പോൾ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മറ്റേ ഹൃദയവും കൂടി കൊണ്ടുവരുമായിരുന്നു. ഞാനത് ഉണക്കാനിട്ടിരിക്കുക. അതിനെന്താ, ഞാൻ നിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാം. നീ അതും കൂടി എടുത്തുകൊണ്ടുപോവാ. അവൾക്ക് സന്തോഷമാകും. സംസാരിച്ചുകൊണ്ട് അവർ മരത്തിനടുത്ത് തിരിച്ചെത്തി. കുരങ്ങൻ അതിവേഗം മരത്തിൽ ചാടി കയറിയിരുന്നു. എന്താ മുതലച്ചാരെ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നീ വിശന്ന് വലഞ്ഞു വന്നപ്പോ ഞാവൽ പഴങ്ങൾ തന്ന് ഞാൻ നിന്നെ സഹായിച്ചു. അതിനുള്ള പ്രതിഫലമാണോ ഇത്? ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് മറ്റൊരു ഹൃദയമുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ, നന്ദിയും വിശ്വാസവും ഇല്ലാത്ത നിന്നെ പോലുള്ള ഒരുത്തന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നുണ പറയേണ്ടി വന്നു. ആർക്കെങ്കിലും 2 ഹൃദയം കാണുമോ? ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. മുതല സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: സുഹൃത്ത് ബന്ധം വിശ്വസ്തമായിരിക്കണം. സുഹൃത്ത് ബന്ധം സത്യസന്ധമായിരിക്കണം. അതിൽ വിടവുണ്ടായാൽ ഇത്തരത്തിൽ ദുഃഖിക്കേണ്ടി വരും.